വരൂ പോയി പച്ചക്കറി ചെക്ക് ചെക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവിടെ എന്താണ് സംഭവം? കൊള്ളാമല്ലോ, പച്ചക്കറികളെല്ലാം ഫ്രഷ് ആണല്ലോ. ഇങ്ങനെ എല്ലാവരും വിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങാം. സംശയമുണ്ടോ? ഈ വെണ്ടയ്ക്ക എത്ര രൂപയാ? 1 കിലോ 20 രൂപ. അതെയോ? എങ്കിൽ ഇതും ഞാൻ എടുത്തോളാം. താങ്കളുടെ ഫോർമൽ ഷർട്ട് ഏതായാലും ഗംഭീരായിട്ടുണ്ട്. അതെയോ? ആ, ദേ പോക്കറ്റും ഉണ്ട്. എടോ, ഇത് പോക്കറ്റ് അല്ല. താൻ വലുതാവുമ്പോ പച്ചക്കറി കട നടത്തുന്നുള്ള കാര്യം മുകളിലുള്ള ആളിന് നേരത്തെ തന്നെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തന്നെ ഇങ്ങോട്ട് പോക്കറ്റ് വെച്ച് അയച്ചത്. രാവിലെ വന്ന് മനുഷ്യനെ വടിയാക്കുന്നോടാ. എന്നാ പിടിച്ചോ. ഏ? ഇതൊട്ടും ഫ്രഷ് അല്ല. ഞാൻ പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കൂ. പ്രോട്ടീൻ ഇല്ലാത്ത സാധനങ്ങൾ തന്നാൽ ഞാൻ ഒരിക്കലും വാങ്ങി കഴിക്കില്ല ബ്രോ. താൻ എങ്ങോട്ടായി നോക്കുന്നേ? താഴെ നോക്ക്. എടാ പൂച്ചേ, എന്നെ ഒന്ന് മുകളിലേക്ക് പോക്ക്. ബ്രോ പറയൂ ബ്രോ. എന്നാൽ പറയാം, എനിക്ക് ബ്രോക്കോളി വേണം. അതിലാണ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ചേട്ടന്മാരെ, ഇവിടുത്തെ ഏറ്റവും നല്ല ജിം ഏതാണ്? എനിക്ക് 6 പാക്ക് ഉണ്ടാക്കിയെടുക്കണം. 6 പാക്കോ? പാക്കിന്റെ എത്രയുള്ള നിനക്കാണോ 6 പാക്ക്? എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വളരെ ബലശാലിയാണ്. എന്റെ ശരീരം കണ്ടാൽ അത് മനസ്സിലാവും. നീ എവിടെന്നാ വരുന്നേ? പുലിമടയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരുപാട് പുലികളുള്ള സ്ഥലം. അവരോടൊപ്പം പിടിച്ചേക്കണമെങ്കിൽ എന്റെ ശരീരം ഒന്ന് നന്നാക്കി എടുക്കണം. എന്താ, ശരിയല്ലേ? നിങ്ങളുടെ പേരെന്താണ് സാർ? എന്റെ പേര് ശർമ്മൻ എന്ന. മുഴുവൻ പേര് ശർമ്മൻ ഷെപ്പേർഡ്. എന്റെ അച്ഛൻ വലിയൊരു സംഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബുൾഡോഗ്. ഞങ്ങളുടെ കൂട്ടുകാരൻ തോത്താറാമിന്റെ ജിമ്മുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ. ആ, എങ്കിൽ പോവാം. ഇത് 10 കിലോ. 10 വേണ്ട, ഞാൻ 100 കിലോ എടുത്തോളാം. ഇതാര് ചെയ്ത പണിയെന്ന് പറയടാ. സോറി. ഇതെന്തായാലും കൊള്ളാം. ബൈസെപ്സ് ഇപ്പൊ മുഖത്ത് തന്നെ വന്നല്ലോ. ഓ, അത് ശരി, മുഴച്ചിരുന്നാണല്ലേ. സോറി. വലിയവര് തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ പിള്ളേരടക്കി കയറി സംസാരിക്കരുത്. ഡാ, നിന്നെ കൊണ്ട് എന്നെ ഇത്ര ചെയ്യാനേ സാധിക്കൂ. ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ഇന്നാ പിടിച്ചോ. മന്നയോടാണോടാ നിങ്ങളുടെ കളി? എങ്കി വേഗം മന്നയെ വിളിക്കേ. അയാള് വലിയ ഫൈറ്റർ ആണെന്നാണല്ലോ തോന്നുന്നത്. മന്ന എന്ന് പറഞ്ഞ ഞാൻ തന്നെയാ. ഞാൻ നിന്നോട് ചലഞ്ച് ചെയ്യാണ്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാ. എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്ടോ. നിനക്ക് ഞാൻ 5 ദിവസത്തെ സമയം തരാം. എങ്കിൽ ശരി, 5 ദിവസം കഴിഞ്ഞ് നമുക്ക് റിംഗിൽ വെച്ച് കാണാം. വരുമ്പോ ആംബുലൻസിനൊക്കെ പറഞ്ഞിട്ട് വന്നേക്ക്. ഇവനെ കണ്ടിട്ട് എന്റെ കുഞ്ഞമ്മയുടെ മകനെ പോലെ തന്നെ ഉണ്ട്. ഇവനെ നമ്മൾ സഹായിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ഇവൻ പ്രശ്നത്തിൽ കുടുങ്ങും. ആരടുത്ത് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ വാ. ഈ പീക്കർ ചെറുക്കനാണോ ഒരു വലിയ ഫയൽവാനെ വെല്ലുവിളിക്കുന്നത്? എടാ, അയാൾ പല്ല് തേക്കുന്ന ബ്രഷിന് പോലും നിന്നേക്കാളും വലിപ്പം ഉണ്ടാവും, അറിയോ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, റെസ്ലിംഗിൽ 2 കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം. അതെന്താ? ആദ്യത്തേത് വീട്ടുകാരുടെ നമ്പർ, അപ്പൊ രണ്ടാമതോ? വീടിന്റെ അഡ്രസ്. കാരണം പഞ്ഞിക്കിട്ട് കഴിയുമ്പോ ഇതൊന്നും ഒരിക്കലും ഓർമ്മയുണ്ടാവില്ല. ജർമ്മൻ ഷെപ്പേർഡ്, നീ ട്രെഡ്മില്ല് യൂസ് ചെയ്യ്. ഇത് ചെയ്താൽ ഞാൻ എങ്ങനെ ജയിക്കാനാണ്? ജയിക്കാനല്ല, തോക്കുമ്പോ ഓടണമല്ലോ, അതിനാ. ആ, ഇത് ഭയങ്കര സ്ലോയാ. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാൻ നോക്ക്. എനിക്ക് തോന്നുന്നത് ഇവനെ ജയിക്കാനായിട്ട് അവൻ മുഴുവൻ നേരവും എക്സസൈസ് ചെയ്യുന്നു എന്നാണ്. എടാ, മന്നയ്ക്ക് ജ്യൂസ് കൊടുക്ക. എന്നാ മന്നയോട് വരാൻ പറയേ, ഞാൻ പോയി എടുത്തോട്ട് വരാം. എടാ, മന്ന എന്ന് പറഞ്ഞത് എന്നെയാണ്. അതങ്ങ് മര്യാദയ്ക്ക് പറഞ്ഞ പോരെ.
എടാ നീ എന്താ തയ്യാറാകുന്നില്ലേ? അവനോട് ചലഞ്ച് ചെയ്തിരിക്കുക. ഓക്കെ ആണെങ്കിൽ നിന്റെ സീൻ അതോടെ തീരും. പുറത്തെ തല കാണിക്കാൻ പറ്റില്ല. മന്നയ്ക്ക് പ്രാക്ടീസിന്റെ ഒരാവശ്യവുമില്ല. ആ ചെറിയ ഡോഗി ഉണ്ടല്ലോ, അവനാണ് പ്രാക്ടീസിന്റെ ആവശ്യം. മന്നയ്ക്ക് പ്രാക്ടീസിന്റെ ആവശ്യം വേണ്ടായിരിക്കാം, പക്ഷെ അങ്ങ് ഉടൻ തന്നെ പ്രാക്ടീസ് ചെയ്യാം. എടാ മന്ന എന്ന് പറഞ്ഞത് എന്നെയാണ്. എന്റെ കുഞ്ഞനുജ, ഞാൻ പറയുന്നത് കേക്ക്. റെസ്ലിംഗിൽ അറിഞ്ഞിരിക്കേണ്ടത് 2 കാര്യമാണ്. അതെന്താ? അതറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ റെസ്ലർ ആവുമായിരുന്നല്ലോ. ഇതാ നോക്ക്, ഫൈറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാല് നോക്കി ഇടിക്കണം. അതെന്തിനാ? കാലിൽ ഇടിക്കുമ്പോൾ അദ്ദേഹം താഴെ ഇങ്ങനെ നിൽക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കണം. എന്ത് പ്രശ്നം വന്നാലും പുറത്തു പോയി തീർത്തോളാം എന്ന് പറഞ്ഞേക്കണം. ഈ ശർമ്മൻ ഷെപ്പേർഡ് മാപ്പ് ചോദിക്കില്ല, അതൊരിക്കലും നടക്കില്ല. ഇനി ഇങ്ങനത്തെ വൃത്തികെട്ട ഐഡിയ തന്നാൽ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. നോക്ക്, റെസ്ലിംഗിന് റൂൾ ഉണ്ട്. 3 പ്രാവശ്യം വിസിൽ അടിച്ചു കഴിഞ്ഞാൽ റെസ്ലിംഗ് തുടങ്ങുന്നതായിരിക്കും. സംശയമുണ്ടോ? ഞാൻ വീട്ടിലേക്ക് പോവാണ്. അവധി കിട്ടി, എനിക്ക് വീട്ടിൽ പോയി അടിച്ചു പൊളിക്കണം. ഇങ്ങോട്ട് വേടാ. കുട്ടികളെ റെസ്ലിംഗ് പഠിപ്പിക്കാൻ പോയാ അവസാനം ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. എന്റെ പൊന്നനിയ, പെട്ടെന്ന് ഈ ഡംബിൾസ് പൊക്ക്. ഏയ് പൊങ്ങിക്കോ, പൊങ്ങ്. വൈകിട്ട് 4 മണിയാൻ പോവാ, വേഗം പൊങ്ങ്. പൊങ്ങ്, വേഗം പൊങ്ങാൻ. രാത്രി ഉറങ്ങില്ലെന്ന് തോന്നുന്നു, അതാ തല പൊക്കാതിരിക്കുന്നത്. ഇതെങ്കിലും ചെയ്യാൻ അറിയോ നിനക്ക്? ഇതല്ലേ, ഇതെനിക്ക് നന്നായിട്ട് അറിയാം. കൊച്ചളിയ, ഇതെങ്ങാനും അവന്റെ തല വീണ അവന്റെ പണി അവിടെ തീരും. ആവശ്യമില്ലാതെ അവന്റെ ജീവൻ നമ്മൾ എടുക്കണോ? എടാ ഷർമൻ ഷെപ്പേർഡേ, സ്കിപ്പിംഗ് ചെയ്യടാ. കുറച്ചുകൂടെ വേഗത്തിൽ. ഇങ്ങനെയാണോടാ സ്കിപ്പിംഗ് ചെയ്യുന്നത്? ഡംബിൾസ് പൊക്കാൻ പറഞ്ഞപ്പോ വിളിച്ചുണർത്തുക. ഒരു മണ്ണാങ്കട്ടെ അറിയാത്ത നീ എന്തിനാടാ ഒരാവശ്യവും ഇല്ലാതെ അവനെ കയറി വെല്ലുവിളിക്കാൻ പോയത്? എനിക്ക് തോന്നുന്നത് അവൻ വല്ലാതെ എക്സർസൈസ് ചെയ്യുന്നു എന്നാണ്. ദിവസം മുഴുവൻ ജിമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നേ ഇല്ല. നിങ്ങളെന്താ ഇനിയും റെഡി ആവുന്നില്ലേ? അവൻ അങ്ങനെ ബോഡി ബിൽഡിംഗ് ചെയ്ത് വന്ന ഈ ബോഡി അവൻ മൊത്തത്തിലൊരു പരുവത്തിലാക്കും. അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. എടാ ഒന്നിങ്ങോട്ട് വന്നേ. ജയിക്കുന്നത് മന്ന തന്നെയായിരിക്കും. ജയിക്കുന്നത് മന്നയാണെങ്കിൽ പിന്നെ നീ എന്തിനാ സന്തോഷിക്കുന്നേ? എടാ ഈ മന്ന എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ഇതിനെ പതുക്കെ ഉന്തി വിടാം. നീ നന്നായിട്ട് പിടിക്കാൻ നോക്ക്. ഓക്കേ. ഇവനെ കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവനെ നമുക്ക് റിങ്ങിൽ കയറ്റി പഠിപ്പിക്കാം. എനിക്ക് തോന്നുന്നത് ഇവനെ കൊതുക് അടിക്കുന്നുണ്ടെന്നാ. അതുകൊണ്ടാണ് ഇവനെങ്ങനെ അടിക്കുന്നത്. എടാ ഹണി, ഫൈറ്റേഴ്സ് ഒക്കെ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു സ്റ്റൈലാണ്. ഒന്ന്, രണ്ട്, രണ്ടര, 2:45, ഇപ്പൊ 3. എടാ 1ഉം 2ഉം കഴിഞ്ഞ 3 പറയേണ്ടത്. എനിക്ക് ഓർമ്മ പശ കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ എന്തായാലും ഇവനെ സഹായിച്ചേ മതിയാവും. ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ എങ്ങനെയൊക്കെ ഇടിക്കുന്നോ അത് അങ്ങനെ കോപ്പി ചെയ്യും. ഓക്കെ ശരി. ദ്വാർദാറെ, നീ എന്തായാലും ഒന്ന് സഹായിക്കണം. ഓക്കേ.
രണ്ട്, അടുത്തത് 10. 10. എടോ 1ഉം 2ഉം കഴിഞ്ഞ പിന്നെ വരുന്നത് 3ആണ്. അതെയോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ഓർമ്മ പശ ഉണ്ടെന്ന്. നീ എന്തായാലും തോറ്റു. ഇന്നത്തെ വിജയി ഷെർമാൻ ഷെർപ്പ. താങ്ക്സ് കൂട്ടുകാരെ. യഥാർത്ഥ വിനേഷ് നിങ്ങളാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാവും. ഇല്ല